Hello guys, I am Rahul Raj. Welcome back to my channel Unboots Joe. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു കിഡിലൻ APN ട്രിക്ക് ആണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ APN ട്രിക്ക് നിങ്ങളുടെ ഫോണിൽ കണക്ട് ചെയ്താൽ നിങ്ങളുടെ ഇന്റർനെറ്റിന്റെ സ്പീഡ് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് പറ്റിയൊരു നല്ല കിഡിലൻ APN ട്രിക്ക് ആണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾ എടുത്ത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ വീഡിയോ blow back up, I won't ever let the doubt creep in. Gotta pop a couple more aspirin. I don't think I'll ever let you in. Easier to break it off best friends. I don't really understand myself. I don't really understand, need help. I don't wanna be left on the shelf. Couldn't even hear me if I yelled. It's so cold outside. APN ട്രിക്ക് നോക്കുന്നതിന് മുമ്പ് നമ്മൾ നെറ്റ് സ്പീഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഓക്ലയുടെ. അപ്പോൾ ആ ആപ്ലിക്കേഷനിൽ നമ്മുടെ APN ട്രിക്ക് പഴയ APN ട്രിക്കിൽ ഓൾഡ് APN ട്രിക്കിൽ എത്രത്തോളം സ്പീഡ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതുപോലെ പിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കാം. അപ്പോൾ ഈ പിങ് ആണ് ഏറ്റവും വലിയ പ്രധാനം. അല്ലെങ്കിൽ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ PUBG ഒക്കെ കളിക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഓടി വരുമ്പോൾ ഇങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഓടി വരുമ്പോൾ അവിടെ നിൽക്കും, റീകണക്ട് എന്ന് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പിങ് ഏറ്റവും വലിയ പ്രധാനമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റിലത്തെ ഒറിജിനൽ APN നമ്മുടെ സിം എടുക്കുന്ന ആ സമയത്തുള്ള APN ആ APNൻ്റെ അത് സ്പീഡ് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ക്രീൻ നമുക്ക് നോക്കാം. സ്പീഡ് ടെസ്റ്റ് ആപ്പ്. അപ്പോൾ ഞാൻ സ്പീഡ് ടെസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫൈൻഡ് സെർവർ എന്ന് പറഞ്ഞ് ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ ഗോ എന്ന് കൊടുത്തു. ഗോ കൊടുത്തപ്പോൾ കണക്റ്റിംഗ് ആവുന്നു, ഇപ്പോൾ റണ്ണിങ് ആവുന്നു. വാട്ട് ഓക്കെ, നെറ്റ് സ്പീഡ് വരുന്നുണ്ട്. നെറ്റ് സ്പീഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. 8 Mbps, 10 Mbps, 10.53 Mbps നമുക്ക് സ്പീഡ് കിട്ടും. എന്ന് വെച്ചാൽ 10.6 Mbps സ്പീഡ്. അതുപോലെ പിങ് 29 ms വന്നിട്ടുണ്ട്. അതുപോലെ അപ്പോൾ അപ്ലോഡിങ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഏകദേശം 20 to 19 ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്ലോഡിങ് സ്പീഡ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. അപ്പം 10.6 നമ്മുടെ ഇതിൽ ഓൾറെഡി കിടക്കുന്ന APN-നകത്ത് വന്നിരിക്കുന്ന സ്പീഡ്. ഇനി അതിനുശേഷം ഞാൻ വേറൊരു APN ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് നമ്മൾ സെറ്റിങ്സ് എടുക്കുവാണ്, മൊബൈൽ ഡാറ്റ എടുക്കുവാണ്. അപ്പം ജിയോ 4G എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അസറ്റ്സ് പോയിന്റ് എടുക്കുവാണ്. അസറ്റ്സ് പോയിന്റ് എന്ന് വെച്ചാൽ APN. അപ്പം ന്യൂ APN ക്രിയേറ്റ് എടുക്കുവാണ്. അതിനുശേഷം നമ്മളിവിടെ നെയിം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഞാൻ 8.8.4 അതിനുശേഷം ക്യാപിറ്റൽ ലെറ്ററിൽ 6 റിനോ എന്ന് കൊടുക്കുകയാണ്. റിനോ എന്നിട്ട് ബാക്കിയെല്ലാം സ്മോളാണ്. RAINO റിനോ എന്നിട്ട് ഓക്കെ കൊടുക്കുകയാണ്. പിന്നെ രണ്ടാമത് APN എടുക്കുകയാണ്. APN-നകത്ത് നമ്മൾ റിനോ RAINO എന്നിട്ട് നമ്മൾ 2020 കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ യൂസർ നെയിമിലോട്ട് പോവാണ്. യൂസർ നെയിമിൽ വരുമ്പോൾ നമ്മൾ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ @Jio എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴോട്ട് പോകുമ്പോൾ നമ്മുടെ സെർവർ ഉണ്ട്. സെർവറിനകത്ത് നമ്മൾ www.google.com എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിത്തറ്റിക്കേഷൻ ടൈപ്പിൽ PAP എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. PAP എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടുത്തത് APN പ്രോട്ടോക്കോൾ, അത് IPv4 IPv6 എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്കുക. അതിനുശേഷം APN റോമിംഗ് പ്രോട്ടോക്കോൾ, അത് IPv4 IPv6 അത്ര മാത്രം കിടന്നാൽ മതി. അതിനുശേഷം നമ്മൾ ബാരോ എടുക്കുക. മേളത്തത് അൺസ്പെസിഫൈഡ് എന്നുള്ള ക്യാൻസൽ ചെയ്യുക. ലൈറ്റ് HSPAP എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം HSPA എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ HSUPA എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം HSDPA എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം UMTS ക്ലിക്ക് ചെയ്യുക. EDGE ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം EVDOB എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം EVDO0 എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം IS95B എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇതിനുശേഷം നമ്മൾ ഈ ഒരു APN സേവ് ചെയ്യുക. ഈ APN സേവ് ചെയ്ത ശേഷം നമ്മൾ നേരെ APN കണക്ട് ചെയ്യുക. ഈ APN-ലൊന്ന് മാറ്റി നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത APN കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നെറ്റ് ഒന്ന് ഓഫായിട്ട് ഓണായി വരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഓണായിട്ട് ശേഷം ഓഫായിട്ട് ശേഷം ഓണായി വന്നു. അതിനുശേഷം നമ്മൾ സ്പീഡ് ടെസ്റ്റ് എടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ സ്പീഡ് ടച്ച് ഫൈൻഡ് സെർവർ
റിലാക്സ് ജിയോ ഗോ എന്നുള്ള ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കണക്ട് ജിയോ ഗോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണക്ട് ആവുന്നതാണ്. നെറ്റ് സ്പീഡ് കൂടുന്നില്ലല്ലോ. ഞാൻ ഫസ്റ്റിൽ പറയാം, ഇതിനകത്ത് പിങ് ഇങ്ങനെ ചെയ്തപ്പോൾ ഉള്ള പിങ് എന്ന് പറഞ്ഞാൽ 35 MS ആണ്. നെറ്റ് സ്പീഡ് വന്നേക്കുന്ന 8.30 ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ഇതിനും ഭേദം ആദ്യം കിടന്നത് തന്നെ ആയിരുന്നു ഇപ്പോഴേ ചെയ്തത്. ഇത് ചെയ്തത് വലിയൊരു അബദ്ധമായി. കാര്യം APN ട്രിക്ക് ഫസ്റ്റ് നമ്മുടെ ഫോണിൽ വന്നത് തന്നെ ആയിരുന്നു നല്ലത്. നമ്മൾ മാറ്റിയൊന്നും കൊടുക്കാനൊന്നും പോകണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും നല്ലത്. ഇപ്പം തന്നെ നെറ്റ് സ്പീഡ് ഓക്കെ. അപ്പോൾ ഗൈസ് ഞാൻ ഫസ്റ്റിലേ പറയാം, ഈ APN ട്രിക്ക് ട്രൈ ചെയ്യാൻ ഒരു കാരണമുണ്ട്. അത് ഈ APN ട്രിക്ക് ഞാനൊരു ചാനലിൽ കണ്ടതാണ്, ഈ ഒരു APN ട്രിക്ക്. അപ്പോൾ ആ ഒരു ഫോർവേഡ് ഞാൻ എടുത്തിട്ട് ട്രൈ ചെയ്തപ്പോഴും എനിക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല. പക്ഷെ ആ വീഡിയോ ചെയ്ത അയാളുടെ നെറ്റ് സ്പീഡ് എന്ന് വെച്ചാൽ ഏകദേശം 24 Mbps സ്പീഡ് വന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുക, എന്നാൽ നമുക്ക് അത്ര സ്പീഡ് കിട്ടിയത് നല്ലതല്ലേ, എന്തുകൊണ്ട് നമുക്ക് കിട്ടിക്കൂടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നിട്ട് നേരെ അതിങ്ങ് എഴുതിയെടുത്തു. ആ ഫോർമുല ഒരു തെറ്റ് പോലും കാണാതെ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ട് ആ ഒരു ഫോർമുല മൊത്തം എഴുതിയെടുത്തൊരു ബുക്കിൽ എഴുതിയെടുത്തിട്ട് അത് ഞാൻ അതേപോലെ തന്നെ ഇവിടെയും ചെയ്തു വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്പീഡൊക്കെ ആയി. അപ്പോൾ ഒഗ്ലോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് സ്പീഡ് ടെസ്റ്റ് ചെയ്തപ്പം ആദ്യം കിടന്ന APN ഉണ്ടല്ലോ, അതിനാണ് നല്ല സ്പീഡ്. പിങ്ങും ഇല്ല, ഒന്നുമില്ല, നല്ല രീതിയിൽ സ്മൂത്ത് പിങ് ഒരുപാടൊന്നും അടിക്കുന്നില്ല. ഏകദേശം മാക്സിമം 30-40 റേഞ്ച് പിങ് കിട്ടും. ആ ഒരു രീതിയിൽ പിങ് കിട്ടത്തുള്ളൂ, അതിൽ കൂടത്തില്ലായിരുന്നു. ഫസ്റ്റ് APN-നകത്ത് നമ്മുടെ ഫോണിനകത്ത് സിം ഇടുമ്പോൾ ഉള്ള APN-നകത്ത് ജിയോയുടെ തന്നെ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞൊരു APN ഉണ്ട്. അതാണ് നല്ലതാണ്. അവരുടെ APN കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് APN മാറ്റി. ഈ കണ്ട ഒരു ഫോർമുല, ഈ ചാനലിൽ നിന്ന് എടുത്ത ഈ ഫോർമുല നേരെ ഞാൻ ഒന്നും നോക്കാതെ നമുക്ക് നെറ്റ് സ്പീഡ് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ APN ട്രൈ ചെയ്ത് നോക്കി. ബട്ട് ആ APN എടുത്ത് ഞാൻ ഇതുപോലെ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് വന്ന സ്പീഡ് എന്ന് വെച്ചാൽ മറ്റേതിനകത്ത് 16 Mbps 10 Mbps സ്പീഡ് കിട്ടുന്നിടത്ത് ഇതിൽ വന്നത് എനിക്ക് വെറും 8 MB 2 MB സ്പീഡാണ്. കാര്യം ഞാൻ പറയട്ടെ, മറ്റേ ജിയോ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ജിയോ ഇൻ്റർനെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അധികം എല്ലായിടത്തും അതിൻ്റെ ഒരു ടവറിൻ്റെ ഒരു റേഞ്ച് ക്ലിയർ ആയി വന്നിട്ടില്ല. ഇപ്പോഴും കുറേ ഇടത്തുണ്ട് ജിയോ സിമ്മിന് റേഞ്ച് പിടിക്കാത്തിടം, കുറേ ഇടമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീട്ടിലിപ്പോൾ ചില മൂലയ്ക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ ഇൻ്റർനെറ്റ് സ്പീഡ് കാണും, ചില മൂലയ്ക്ക് നെറ്റ് സ്പീഡ് കുറവായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു നെറ്റിൻ്റെയാണ്. ഇപ്പോൾ അതേസമയം ഞങ്ങളുടെ ഇവിടെ തന്നെ ഞങ്ങളുടെ ഈ ഏരിയയിൽ തന്നെ ഞങ്ങൾ ഷട്ടിൽ കളിക്കുന്ന ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ ജിയോക്ക് നല്ല രീതിയിൽ നെറ്റ് സ്പീഡ് കിട്ടും. ജിയോ ഇൻ്റർനെറ്റ് APN തന്നെ നല്ല രീതിയിൽ ഇൻ്റർനെറ്റ് സ്പീഡ് കിട്ടും. കാര്യം ഏകദേശം 24 Mbps നെറ്റ് സ്പീഡ് കിട്ടും. അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ നമ്മുടെ മുറിയിൽ ഇരുന്നാലേ നെറ്റ് സ്പീഡ് കൂടട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഈ റിനോ എന്ന് പറയുന്ന APN ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഈ APN 100% ഫോളിഷാണ്. ഇതിനോട് ഒരു പ്രയോജനമില്ല. നിങ്ങളുടെ ഫോണിൽ ട്രൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞത് പലരും എടുത്ത് ട്രൈ ചെയ്യും, പലരും ഈ വീഡിയോ ഫുള്ള് കാണാതെ തന്നെ പോകും. അപ്പം ഫുള്ള് കാണണം. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കുക, അത് ഒഴിവാക്കുക. കാര്യം ഈ APN കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. കാര്യം ഈ APN കണ്ടത് ഞാനൊരു ഹിന്ദി ചാനലാണ്. ഒരിക്കലും ഞാൻ ആ ചാനലിനെ കോപ്പി അടിച്ചില്ല, ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ APN എടുത്തപ്പോൾ എനിക്ക് വന്ന അവസ്ഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. കാര്യം അതാണ് എനിക്ക് വന്നൊരവസ്ഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഈ APN വെറും ഫേക്കാണ്. കാര്യം APN ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലായിരുന്നു. ഈ 8.4.4 എന്നൊക്കെ പേര് കണ്ടപ്പോൾ ഞാൻ അന്തിച്ചു പോയി, ഏതാണ്ട് വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ആ പേര് കേട്ടപ്പോൾ തന്നെ വിചാരിച്ച് ഇൻ്റർനെറ്റ് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നതാണെന്ന്. ആ APN ട്രൈ ചെയ്തു, പക്ഷെ വർക്കായില്ല. 100% ആണ്. കാര്യം നിങ്ങൾ ഒരു കാരണവശാൽ ഒരു രീതിയിലുള്ള APN ട്രിക്ക് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട. ഒരു രീതിയിലുള്ള APN ട്രിക്ക് നമ്മുടെ ഫോണിൽ ഇൻ്റർനെറ്റ് സ്പീഡ് കൂട്ടും, അതുപോലെ പിങ് മാറ്റും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു APN ട്രിക്ക് കണ്ടാൽ അതെടുത്ത് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ട്രൈ ചെയ്ത് നോക്കിയാൽ ഇതേപോലെയുള്ളൂ. ഇൻ്റർനെറ്റിന് സ്പീഡിന് ഒന്നും വ്യത്യാസം വരില്ല. ആ ഇൻ്റർനെറ്റ് സ്പീഡ് ആ ഒരു രീതിയിൽ നിൽക്കത്തുള്ളൂ. നിങ്ങളുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുറിക്കനുസരിച്ചിരിക്കും സ്പീഡ് ചേഞ്ച് വരുന്നത്. ഇപ്പോൾ APN ട്രിക്ക് മാറ്റി കൊടുത്താൽ ഈ APN ട്രിക്ക് ഏറ്റവും കൂടുതൽ സ്പീഡ് കിട്ടുമെന്ന് പറഞ്ഞാലാണ് പലരും ആ ഒരു വീഡിയോ കണ്ടത് ഞാൻ ചെയ്തത്. അപ്പോൾ അതിനകത്ത് എടുത്ത് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ജസ്റ്റ് കമൻറ്റ് നോക്കിയപ്പോഴും ചിലർ പറഞ്ഞ് വർക്കായിട്ടുണ്ടെന്ന്. പക്ഷേ ഈ APN ട്രിക്ക് എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വർക്കായിട്ടില്ല. കാര്യം നമുക്ക് സ്പീഡ് കിട്ടില്ല. കാര്യം പലയിടത്തും പല രീതിയിലാണ് സർവറിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ആ ഒരു സർവറിൻ്റെ മെയിൻ്റെനൻസിലാണ് നമുക്ക് സ്പീഡ് കിട്ടുന്നത്. കാര്യം എനിക്കിവിടെ ജിയോയുടെ സർവർ കിട്ടുന്നത് കൊച്ചിയിലാണ്. കാര്യം നിങ്ങൾ കണ്ടല്ലോ, ഒഗ്ലോയിൽ സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടല്ലോ കൊച്ചിയിലാണ്. പക്ഷേ ഈ ഒരു APN ട്രിക്ക് ഇടയ്ക്ക് ട്രൈ ചെയ്തപ്പോൾ ചിക്കാഗോ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് എനിക്ക് സർവർ കിട്ടിയത്. അപ്പോൾ ആ ഒരു സർവറിൽ നിന്ന് എനിക്ക് APN കണക്ട് ചെയ്ത് ഇതായെന്നാണ് കാണിച്ചത്. പക്ഷേ ഈ APN ട്രിക്ക് വർക്കാവില്ല. 100% നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കരുത്. ഇത് വേസ്റ്റ് ആണ്. കാര്യം APN ട്രിക്ക് മാക്സിമം യൂസ് ചെയ്യുക, അത് തന്നെയാണ് നല്ലത്.
ഒരിക്കലും ഇൻ്റർനെറ്റ് സ്പീഡ് നമുക്ക് APN ട്രിക്ക് യൂസ് ചെയ്ത് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. കാര്യം നമ്മൾ കൂട്ടാൻ ശ്രമിക്കുമെങ്കിൽ കുറഞ്ഞു പോകും, കുറയ്ക്കാൻ ശ്രമിക്കുമെങ്കിൽ കൂടിപ്പോകും. അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. APN ട്രിക്ക് യൂസ് ചെയ്യാതെ തന്നെ കളിക്കുന്നതാണ് നല്ലത്. ഒന്നാമത്തെ കാര്യം, APN ട്രിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ PUBG കളിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവും. APN ട്രിക്ക് നമ്മൾ APN ഒന്ന് മാറ്റി ക്രിയേറ്റ് ചെയ്തെങ്കിൽ നമ്മുടെ PUBGയിൽ ഫ്രെയിം ഡ്രോപ്പ് വരുന്നതാണ്. ഫ്രെയിം ഡ്രോപ്പ് ഇപ്പം ഫ്രെയിം ഉണ്ട് PUBGക്കകത്ത്, ഗ്രാഫിക്സ് ഫ്രെയിം അങ്ങനെ ഒരു സെഗ്മെന്റിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രെയിം നമ്മൾ സ്കിപ്പായി പോകും. കാര്യം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് കാണാൻ വെട്ടി നമ്മൾ അപ്പുറത്തോട്ട് പോകുന്നത്. ആ ഒരു സ്പീഡിൽ നമ്മൾ ഫ്രെയിം സ്കിപ്പാവും. അപ്പോൾ നമ്മളൊരു എനിമിയെ അങ്ങനെ കാണോ അടിച്ചിട്ടുണ്ടെങ്കിൽ അവരൊറ്റ നോട്ടത്തിൽ അവർ സ്പെക്റ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനൊരു വിഷയം കാണും. പക്ഷെ അവർക്ക് കാണുന്നത് നമ്മുടെ ഫ്രെയിം സ്കിപ്പ് ആവുന്നതാണ്. നമുക്ക് ഫ്രെയിം സ്കിപ്പ് ആവുന്നുണ്ടെങ്കിൽ അവർക്കത് കാണുന്നത് നമ്മൾ നല്ലൊരു സ്പീഡിൽ അപ്പുറത്തും ഇപ്പുറത്തും പോകുന്നു, നമ്മളെ മിന്നായം പോലെ പോകുന്നു. ആ രീതിയിൽ നമുക്ക് അവർക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അവർ ഉടനെ അടിക്കും, ഹാക്കറാണ്, ഇതൊരു ഹാക്കറാണെന്ന് പറഞ്ഞിട്ട് PUBGയിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ PUBG എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ റിപ്പോർട്ട് കിട്ടും, ചിലപ്പോൾ ബാൻ കിട്ടും, ചിലപ്പോൾ ഒരു കാരണം വെച്ചാലും ബാൻ കിട്ടില്ല. അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അതുകൊണ്ട് നിങ്ങൾ APN ട്രിക്ക് മാക്സിമം അവോയ്ഡ് ചെയ്ത് കളയുക. APN ട്രിക്ക് യൂസ് ചെയ്യേണ്ട. കാര്യം APN ട്രിക്ക് 100% എനിക്ക് മനസ്സിലായത്, ഞാൻ APN ട്രിക്ക് യൂസ് ചെയ്ത് ഗെയിം കളിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിങ് കണ്ടുകൊണ്ട് APN ട്രിക്ക് യൂസ് ചെയ്തപ്പോൾ ഒഗ്ലേക്ക് സെർച്ച് ചെയ്തപ്പോൾ ഏകദേശം 14 റേഞ്ചിൽ പിങ് വന്നു. ആ റേഞ്ച് പിങ് കണ്ടുകൊണ്ട് ഞാൻ കളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് പിങ് കുറവാണ്, പക്ഷേ ഫ്രെയിം സ്കിപ്പ് ആവണം. അപ്പോൾ ഞാൻ വിളിച്ചത് സ്റ്റോറേജിൻ്റെ അല്ല. PUBG ലൈറ്റ് കളിക്കുന്ന ഒരു ഫോണിന് 3 GB റാം നല്ല രീതിയിൽ കളിക്കാൻ പറ്റും, അതുപോലെ 2 GB റാം നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ സെയിം സ്പെക്കുള്ള 3 GB റാം വേരിയൻറ്റ് വേറെ ഫോണുണ്ട്. ആ ഫോണിലൊന്നും ഫ്രെയിം സ്കിപ്പ് ആവുന്നില്ല, എനിക്ക് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പം മനസ്സിലായാണ് APN ട്രിക്കിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഫ്രെയിം സ്കിപ്പ് ആയത്. അപ്പോൾ നിങ്ങൾ APN ട്രിക്ക് ട്രൈ ചെയ്യാതിരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് തന്നത് ചാനലിൽ കൂടെ തന്നത് ഒരു ഇൻഫർമേഷനാണ്. മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെത്തിക്കുക. പലരും APN ട്രിക്ക് ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും, അവർക്കെല്ലാം വളരെയധികം പ്രയോജനപ്പെടും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്തിരിക്കുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ